ജയിച്ചടക്കി. അപ്പറഞ്ഞ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറാ വയൗമ ഹുനൈൻ. എത്ര സ്ഥലത്താ സ്വഹാബത്തെ നിങ്ങളെ സഹായിച്ചത്, മുഅ്മിനീങ്ങളെ നിങ്ങളെ സഹായിച്ചത്. ഹുനൈൻ യുദ്ധത്തിലെ സഹായം എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു ചോദ്യമാണ്. അത് സ്വഹാബത്തിനെ ഒരു ഉണർത്തലാണ്. കാരണം അവിടെ ആദ്യം നിങ്ങൾ ഇറങ്ങിപ്പോയി അംഗബലം കൊണ്ട് ജയിക്കുമെന്ന ആവേശത്താൽ. പിന്നെ നിങ്ങൾ ഹബീബിന്റെ പിന്നിലേക്ക് വന്നു. അവിടെ അള്ളാന്റെ ഹബീബിന്റെ പ്രഖ്യാപനം, ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ കുലജാതനായ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്. നിങ്ങൾ വിചാരിക്കും പോലെ എവിടുന്നെങ്കിലും വന്ന ആളല്ല. ആ ധൈര്യമുള്ള ഹബീബിന്റെ മുന്നേറ്റമാണ്. അവിടെ ചരിത്രകാരന്മാർ ഇമാം വാഖിദി, ഇമാം ഇബ്നു ഇസ്ഹാഖ്, ഇമാം ഇബ്നു ഹിശാം ഒക്കെ എഴുതുന്നത് കാണാം. ശത്രുവിനോട് ഏറ്റവും ഫേസ് ടു ഫേസ് അറ്റാച്ച് ചെയ്ത് നിന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. പേടിയില്ല ലഹു ഹിമുല്ലാമുൻത ഹാലി കിബരിഹാ വഹിമ്മതുഹു സുഗ്റാ അജല്ലു മിനദ്ദഹരി. ആ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ആത്മധൈര്യത്തിന് അറ്റമില്ല. അവരുടെ ചെറിയ ധൈര്യം അജല്ലു മിനദ്ദഹരി, ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ധൈര്യത്തെക്കാൾ വലുതാണ്. അല്ലെങ്കിൽ കാലം അതിന്റെ ധൈര്യത്തെക്കാൾ വലുതാണ്. കാലത്തിന്റെ ധൈര്യം എന്താ? പ്രധാനമന്ത്രി മരിച്ചാലും പ്രഭാതമാകും, പ്രസിഡന്റ് മരിച്ചാലും വൈകുന്നേരമാവും. അതതിന്റെ പണി ഇങ്ങനെ നടക്കും. അതിനൊരു പേടിയില്ല. ഇവിടെ കലാപം ഉണ്ടാവട്ടെ, സിറിയയിൽ സ്ഫോടനം നടക്കട്ടെ, ഇറാനിൽ പൊട്ടൽ നടക്കട്ടെ, അതൊക്കെ നടന്നാലും കാലം അതിന്റെ ചംക്രമണം നടത്തിക്കൊണ്ടിരിക്കും. അതാണ് കാലം ധൈര്യത്തോട് ഉദാഹരിക്കാനുള്ള കാരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ ഉമറേ, ഞാൻ നബിയാണ്, എന്നെ സഹായിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. ഈ ദേഷ്യവും വിഷമവും എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്കെന്നറിയില്ല. സങ്കടമാണ്. കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് പോകാൻ പറ്റാത്ത ദുഃഖമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഓ യാ അബൂബക്കർ, അലൈസ ഹാദാ നബിയുല്ലാഹി ഹഖാ, അലൈസ ഹാദാ നബിയുല്ലാഹി ഹഖാ. ഇത് അല്ലാഹുവിന്റെ ശരിയായ നബി തന്നെയല്ലേ സിദ്ദീഖേ? അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, നമ്മൾ ശരിയായ വഴിക്ക് തന്നെയല്ലേ? അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോനെ സൂക്ഷിച്ച് പറഞ്ഞാൽ മതി, ആവേശം മൂത്തിട്ട് വർത്താനൊന്നും പറയണ്ട. പക്വതയുള്ള പ്രവർത്തകനാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ഇപ്പൊ ആവേശം മൂത്ത വർത്താനൊന്നും പറയണ്ട. അതിന്റെ സനത് കണ്ടാലേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് നീ പറഞ്ഞു കളയണ്ട. നേതാക്കന്മാരെ അംഗീകരിക്കാൻ കഴിയണം. അതാണ് ശരിയായ അനുയായി. അപ്പോൾ വിശ്വസ്തരായ നേതാക്കന്മാർ ചെയ്യുന്ന നടപടികൾ അതിൽ ശരിയുണ്ട്, അതിൽ ന്യായമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധാരണ പ്രവർത്തകർക്ക് കഴിയണം. എല്ലാ പ്രവർത്തകർക്കും തെളിവ് തന്നിട്ടൊരു നേതാവിനും തീരുമാനമെടുക്കാൻ കഴിയില്ല. എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ പ്രവർത്തനം നടത്താൻ ഒരു നേതാവിനും സാധ്യമല്ല. നിങ്ങൾ യോഗ്യരായ നേതാക്കളുടെ അനുയായികളാണെങ്കിൽ അവരെ അംഗീകരിച്ചു കൊടുത്തുകൊള്ളണം. ഇൻഷാ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബോധ്യമാകും അതെവിടെയാണ്. അതിനുവേണ്ടി പറ്റുന്ന നേതാക്കളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവിടുന്ന് ഒരിളക്കവും ഇല്ല. ഇതിന്റെ വരുംവരായികൾ റസൂലുള്ളാഹിക്കറിയാം, സ്വഹാബത്തിനറിയില്ല. അതാണ് കാരണം. കണ്ടില്ലേ, സൗർ ഗുഹയിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് മടിത്തട്ടിൽ വെച്ചിട്ടിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്ത് സംഭവിക്കും? എതിരാളികൾ വന്ന് പിടിക്കോ, റസൂലുള്ളാഹിനെ പീഡിപ്പിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബേജാറില്ല. അള്ളാന്റെ ഹബീബിന് ഒരു ടെൻഷനും ഇല്ല, റാഹത്തായിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദ്യം, ഓ നബിയേ, അവര് മേലെ നിങ്ങോട്ട് നോക്കിയാ കാണുമല്ലോ നബിയേ, കണ്ടാൽ എന്ത് ചെയ്യും നബിയേ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ ഒന്ന് പാത്തകത്തേക്ക് ഇരിക്കും, ഒന്ന് ഒളിച്ചിങ്ങോട്ടിരിക്കട്ടെ എന്നല്ല. മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി പടച്ചവൻ കാത്തുരക്ഷിക്കാനുള്ള രണ്ടുപേരെ കുറിച്ച് എന്താണ് നിന്റെ ചിന്ത?
നമുക്കൊരു കുടുക്ക് ഇവിടെ വരാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ബേജാറുണ്ട്, ഹബീബിന് ബേജാറില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. സുറാഖത്ത് ബിൻ മാലിക് തൊടാൻ അടുക്കാണ്. സിദ്ദീഖുൽ അക്ബർ ഒരൊറ്റ നിലവിളിയാണ്. ചോദിച്ചു, എന്തിനാ സിദ്ദീഖെ കരയുന്നത്? ലാ ഖാഫു അലാ നഫ്സി, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് ഞാൻ എന്നെ പേടിച്ചിട്ടല്ല, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പേടിച്ചില്ല. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ബേജാറാവുന്നു വേണ്ട, വളരെ കൂളായിട്ടാണ് അള്ളാഹു റസൂൽ യാത്ര ചെയ്യുന്നത്. കാരണം സത്യപ്രവാചകനാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു കാവൽ നൽകുമെന്ന ഓഫറുണ്ട്. അവിടുത്തെ ഖൽബിലേക്ക് ഒരു പേടിയും ഭയവും ഇല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമല്ലാതെ ഇല്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബാ ബക്രിൻ ഖലീലാ വലാകിൻ സാഹിബുക്കും ഖലീലുല്ലാഹ്. ഓ സിദ്ദീഖേ, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളെ എടുത്തേനെ. പക്ഷെ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത എന്താ? എന്റെ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിന്റെ അടുക്കലായി പോയി. എന്റെ ഖൽബ് എപ്പോഴും അള്ളാഹുവിന്റെ കൂടെയാണ്, എന്റെ ചിന്ത എപ്പോഴും റബ്ബിലേക്ക് ലയിച്ചിട്ടാണ്, അള്ളാഹുവിന്റെ കൂടെയാണ്. പിന്നെ ഞാൻ എങ്ങനെ ഏറ്റവും വലിയ സ്നേഹം തരും? അടുത്ത സ്നേഹമേ നിങ്ങൾക്ക് തരാൻ കഴിയും. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ അതാ വരുന്നു സുഹൈൽ ഇബ്നു അംർ എന്ന ബുദ്ധിമാനായ നേതാവാണ്. അവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി പറഞ്ഞതെല്ലാം ഒന്ന് എഴുതി രേഖപ്പെടുത്തി ഒപ്പുവെക്കണം. ഒപ്പുവെക്കാൻ നേരം ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ്, നസായി, ബൈഹഖി, ഹാക്കിം ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം റഹിമഹുമുല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് എഴുത്തുകാരനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയാണ്, ഉക്തുബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതു അലിയെ, നമ്മൾ ഉടമ്പടി എഴുതാൻ പോവാ. ഖാല സുഹൈൽ, സുഹൈൽ നിങ്ങൾ ആക്ഷേപിക്കേണ്ട, പിന്നീട് സ്വഹാബിയായി. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, വമർ റഹ്മാനു വമർ റഹീം, ഏതാ ഈ റഹ്മാൻ റഹീം ഒക്കെ? നമുക്കൊരു പരിചയമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറ്റൂല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാൻ പറ്റൂല. റഹ്മാൻ റഹീമിനെ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ അങ്ങനെ എഴുതണം. സ്വഹാബത്തിന്റെ ഈമാനുള്ള സ്വഹാബത്തിനുണ്ടോ സഹിക്കുക? അവർ പറഞ്ഞു, നബിയെ ഈ ഉടമ്പടി ഒന്നും എഴുതാൻ നിൽക്കല്ലേ നബിയെ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എഴുതൂ ബിസ്മിക അല്ലാഹുമ്മ, അങ്ങനെ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എഴുതാൻ. വലാകിൻ ഇക്തുബ് ബിസ്മിക അല്ലാഹുമ്മ കമാ കുൻത നക്തുബു, അതാ മുമ്പ് എഴുതും പോലെ എഴുതൂ. ഫഖാല അൽ മുസ്ലിമൂന, അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹാ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹനെ തന്നെ സത്യം, ഇയാൾ പറയുന്ന ഉടമ്പടി ഒന്നും എഴുതാൻ പറ്റൂല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ. അയാൾ പറഞ്ഞു, നമുക്കിവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, സമാധാനം ഉണ്ടാവണം. ഈ എഴുത്തിൽ തൽക്കാലം നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം. ഇവിടെ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴരുത്, ഇവിടെ സമാധാനം നിലനിൽക്കണം, ഇവിടെ രക്തച്ചൊരിച്ചിൽ വന്നവരല്ല ഞങ്ങൾ. രണ്ടാമത് എഴുതി, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതൂ മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായുള്ള ഉടമ്പടിയാണെന്ന്. ഫഖാല സുഹൈൽ, മുശ്രിക്കീങ്ങളെ നേതാവാക്കുമ്പോ അവരുടെ ദൃഷ്ടിയിൽ ബുദ്ധിമാനായിരിക്കണമല്ലോ. അപ്പൊ അയാൾ പറയാണ്, ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹി മാ സദദനാക അനിൽ ബൈത്തി വലാ ഖാതൽനാക. നിങ്ങൾ റസൂലുള്ളാഹിയാണെന്ന് അംഗീകരിച്ച പിന്നെ നിങ്ങളെ തടയാനും മുടക്കാനും അടിക്കാനും ഒക്കെ ഞങ്ങൾ വരണോ? അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ തർക്കമില്ല. നമ്മുടെ തർക്കമുള്ളതുകൊണ്ടല്ലേ ഉടമ്പടി എഴുതേണ്ടത്. അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല. മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്നെഴുതിക്കോ, പേരും വാപ്പാടെ പേരും. സ്വഹാബത്തിന് വീണ്ടും സഹിക്കുന്നില്ല. ഹബീബായ നബിയെ, ഇതിന് നിൽക്കല്ലേ നബിയെ. ഫർതഫഅത്തിൽ അസ്വാത്, ശബ്ദമയമാവുകയാണ്. സ്വഹാബത്തിന് സഹിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, ഓ അലിയേ, അതങ്ങ് മായിക്കൂ അലിയേ. അപ്പോ മാനവർകൾ പറയാണ്, ഓ നബിയേ, എനിക്ക് മായിക്കാൻ കഴിയൂല നബിയേ. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനമാണ്, അദബാണ്.
റസൂലുള്ളാഹി എന്ന് എഴുതിയെടുത്ത് അത് മാറ്റിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതണം. ആധുനിക ജിഹാദ്വാദികളായ വിപ്ലവ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ഇത് വായിക്കണം. എടുത്തുചാടിയിട്ട് ഒരു പ്രശ്നമില്ലാത്ത നാടുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് അവിടെയുള്ള മറ്റു മതക്കാരെ ഇളക്കി ഇവിടെയുള്ള ജനങ്ങളുടെ സമാധാനം കെടുത്തലല്ല ഇസ്ലാം. ഇന്ന് പല പോസ്റ്ററും കണ്ടില്ലേ നമ്മുടെ നാടുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാനാണ്. ഇവിടെ ആരിളകിയാലും ഇവിടുത്തെ സാമൂഹിക സന്തുലിതാവസ്ഥ നഷ്ടമായി പോകും. അതുകൊണ്ട് സമാധാനമാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അല്ലാതെ മറ്റുള്ളവരെ ഇളക്കാനല്ല, അടിയും പിടിയും ഉണ്ടാക്കാനല്ല. സമാധാനം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആക്ഷേപം എഴുതിയിട്ട് അവരുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അവർ പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞിട്ട് എഴുതി വെക്കും. അത് വലിയ നഷ്ടമല്ലേ? അവരുടെ സംഘടനയെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ അവർ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിക്കും. വലിയ വിപത്തുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. അതുകൊണ്ട് ചെറുപ്പക്കാർ എടുത്തുചാടിയിട്ട് ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് ശാന്തിപൂർണമായി ഇവിടെ ജീവിക്കാനും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും കഴിയണം. അതിന് സമാധാനപരമായ അന്തരീക്ഷം വേണം. ബഹുമാനപ്പെട്ട ഔറംഗസീബ് ആലംകീർ, അദ്ദേഹം ബുദ്ധിമാനായ ഭരണാധികാരി, വലിയ ആബിദാണ്, സ്വാലിഹാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ആബിദാണ്. അദ്ദേഹം ഡൽഹിയിൽ ഭരണാധികാരിയായിരുന്നപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേര് പോലും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന ചരിത്രം. കാരണം എന്താ? ഇവിടെ മറ്റു മതക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഔറംഗാബാദ് എന്ന് ഹിന്ദുക്കൾ ആദരിക്കുന്ന ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി പേരിട്ടാൽ അത് അവരെ വ്രണപ്പെടുത്തലാകും. അങ്ങനെയൊന്നും വേണ്ട. സ്വതന്ത്രമായ ഒരു സ്ഥലത്തിന് അങ്ങനെ ഇടാം. ഗാസിയാബാദ്, ഔറംഗാബാദ്, മുറാദാബാദ്, അത് ഭരണാധികാരികളുടെ പേര് കിട്ടും. അതേസമയത്ത് ഒറ്റ ഹിന്ദു നെയ്മും മാറ്റിയിട്ടില്ല. കാരണം ഇവിടെ സൗഹാർദ്ദം പഠിപ്പിച്ചവരാണ് അവർ എന്ന് ചരിത്രം വായിച്ചാൽ അറിയാം. തുഗ്ലക് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ വലിയ പ്രശ്നമായി പോയി. എന്താ കാരണം? ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ മാറ്റിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയത്തിൽ വന്നൊരു പാളിച്ചയാണ്. പക്ഷെ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെയുള്ള മറ്റു വിശ്വാസികളോട് സൗമനസ്യം കാണിക്കലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ഡൽഹി സൽത്തനത്ത് ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചില്ല. എല്ലാ മതക്കാർക്കും ജീവിക്കാൻ സൗകര്യം കൊടുത്തു. അതിൽ എത്രയോ ആളുകൾ വലിയ ആബിദുകളാണ്. അക്ബറിനെ പോലെ വഴിമാറിപ്പോയ ഭരണാധികാരികളുണ്ട്. എന്നാൽ നല്ല ഭരണാധികാരികളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഔറംഗസീബ് ആലംഗീറിന്റെ ഫതാവ ആലംഗീരി ലോകത്ത് മുഴുവനും ഹനഫി മദ്ഹബിൽ അവലംബിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഫത്വാ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ മകൾ സീനത്ത് ബീഗം തഫ്സീർ എഴുതിയ മഹദിയാണ് സീനത്തു തഫാസീർ. ഇതുപോലെ ഒരുപാട് ആളുകൾ ലോകത്തെ മാതൃകായോഗ്യന്മാരായ ഭരണാധികാരികളുണ്ട്. വരട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാണ്, അതങ്ങ് വായിച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്ന് എഴുതൂ അലിയേ. പറ്റൂല്ല നബിയേ, എനിക്കത് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേന ഇങ്ങോട്ട് വാങ്ങുകയാണ്. എന്നിട്ട് ഹബീബ് തന്നെ തിരുത്തിയെന്നൊരു നിവേദനം അല്ല, എഴുതുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാറ്റി എഴുതിയെന്ന് വേറൊരു നിവേദനം. ഏതായാലും ശരി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫമഹാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി വഖാല ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് എഴുതൂ സഹാബാ. സഹാബാക്കൾക്ക് വലിയ വിഷമമായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമുക്ക് ഇടിച്ചു കയറിയിട്ട് യുദ്ധം ചെയ്ത് ഉംറ ചെയ്ത് പോകാമായിരുന്നു, ഈ കൊല്ലം അങ്ങോട്ട് കടക്കണ്ടെന്നല്ലേ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു വലിയ ശബ്ദമുണ്ടാക്കിയിട്ട്, ജനങ്ങളെല്ലാം അടങ്ങിയിരിക്കൂ, നിങ്ങളുടെ വെട്ടിയും കിതാബൊക്കെ എടുക്കൂ, നമുക്ക് അറവ് നടത്തിയിട്ട് ഇവിടെ ഉംറ അവസാനിപ്പിച്ച് തിരിച്ചു നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ തലയിൽ കയറുന്നില്ല.
അപ്പൊ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബിയേ, വിഷമിക്കല്ലേ ഹബീബേ, കുട്ടി മരിച്ചാൽ വാപ്പയും ഉമ്മയും എങ്ങനെ കരയുമോ അതുപോലെ സ്വഹാബത്ത് കരയുന്നുണ്ട് നബിയേ. അവര് കഅബ കാണാതെ തിരിച്ചു പോകുന്ന ദുഃഖത്തിലാണ് നബിയേ. അവരൊന്ന് സമാധാനിച്ചോട്ടെ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ ഒരു കൂസലുമില്ല ഹബീബിന്, കാരണം വലിയ നേട്ടമുള്ള ഉടമ്പടിയാണ്. എത്രയോ ചരിത്രകാരന്മാർ പറഞ്ഞു, ഇത്രയും ബുദ്ധിയുള്ള ഒരു ഉടമ്പടി ലോകത്ത് വന്നിട്ടില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി അങ്ങ് ഒപ്പിട്ട് വെച്ചു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമ്മളെല്ലാം കൊണ്ട് താഴ്ന്ന ഉടമ്പടിയാണ്. പക്ഷേ ഏറ്റവും ഗൗരവതരമായ ഉടമ്പടി അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? ഇക്കൊല്ലം നമ്മൾ കയറണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു. അടുത്ത കൊല്ലം നമ്മൾ വരാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇസ്ലാം എന്ന മതത്തിനും അതിന്റെ അംഗങ്ങൾക്കും മറ്റു മതങ്ങൾക്കും നാട്ടുകാർക്കും വരാവുന്നത് പോലെ മക്കയിലേക്ക് വരാനുള്ള തത്വത്തിൽ നമുക്ക് അംഗീകാരം നൽകി. ഇനി നമ്മൾ വരുമ്പോ യുദ്ധം ഉണ്ടാവില്ല. ഇനി ഇവിടെ വരുമ്പോ ആരും നമ്മളെ ശല്യപ്പെടുത്തൂല. നമ്മളെ ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി അവർ അംഗീകരിച്ചു. അതാണ് ഈ ഉടമ്പടിയിലുള്ള വലിയ നേട്ടം. രണ്ടാമത്, നമ്മളുടെ ഒരാൾ അങ്ങോട്ട് ചെന്നാൽ അവർ തിരിച്ചുവിടൂല എന്ന് പറഞ്ഞില്ലേ? ഈമാൻ മൂത്ത് നല്ല നിലക്ക് മദീനയിൽ താമസിക്കുന്ന ആൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോണേ? അവരെ കൂട്ടത്തിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ എന്ന ഉടമ്പടിയല്ലേ? അവരൽപ്പം ക്ഷമിക്കുമ്പോ അള്ളാഹു അവർക്ക് വലിയ കൂലി നൽകുന്നതാണ്. ഇതെല്ലാം ഹബീബിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ എതിരാണെങ്കിലും പരോക്ഷമായി വലിയ വിജയമുള്ള ഉടമ്പടിയാണ്. അതവിടെ തന്നെ കാണുകയാണ്. ഉടമ്പടി എഴുതാൻ വന്ന സുഹൈൽ ബിൻ അംർ എന്ന് പറയുന്നയാൾ ഉടമ്പടി എഴുതിയിട്ട് എഴുന്നേക്കാൻ നേരമുണ്ട്. ചങ്ങലയും വലിച്ചിട്ട് ഒരാൾ വരുന്നു, മക്കയിൽ നിന്ന് കയറും പൊട്ടിച്ച്. ആരാണ്? അബൂ ജന്ദൽ ബിൻ സുഹൈൽ. ഈ സുഹൈലിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിൽ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് കയറും പൊട്ടിച്ച് വരിക. യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ടുപോണേ നബിയേ എന്ന് പറഞ്ഞു വരിക. ഈ ഉടമ്പടി എഴുതിയ ആളുടെ മോന ചങ്ങലയും പൊട്ടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. ഓ ഹബീബായ നബിയേ, എന്നെ കൈവിടല്ലേ നബിയേ, ഞാനും വരുന്നുണ്ട് നബിയേ. فقام إليه المسلمون يرحبون به ويهنئونه. മുസ്ലിങ്ങൾക്ക് വലിയ പെരുന്നാളായി. ഉടമ്പടിയൊക്കെ ചെയ്ത ആളുടെ മോനല്ലേ, നമ്മുടെ പാർട്ടിയിലെ മെമ്പറാണ്, നമ്മുടെ പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഇപ്പൊ തന്നെ ഇതാ വന്നിരിക്കുന്നു. സുഹൈൽ കുടുങ്ങിപ്പോയി. പിൽക്കാലത്ത് സ്വഹാബിയാണ്. അപ്പോൾ സുഹൈൽ ഇങ്ങനെ എന്തു ചെയ്യാനാണ്? മകനെ തന്നെ പിടിച്ചു കെട്ടണമല്ലോ. അവിടെ അള്ളാന്റെ ഹബീബ് പറയുന്നൊരു വർത്തമാനമുണ്ട്. യാ അബാ ജന്ദൽ, ഓ അബൂ ജന്ദലേ, ഇസ്ബിർ വഹ്തസിബ്, ക്ഷമിക്കുമോനെ, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടും മോനെ. ഫഇന്നല്ലാഹ ജാഇലുൻ ലക വലിമൻ മഅക മിനൽ മുസ്തദഅഫീന ഫർജൻ വമഖ്റജാ. അള്ളാഹു നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഒരു സമാധാനം, നിങ്ങൾക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി നൽകുന്നതാണ്. ഇന്നാ ഖദ് അഖദ്നാ മഅൽ ഖൗമി സുൽഹൻ വഅതൈനാഹും. ഓ അബൂ ജന്ദലേ, ഞങ്ങൾ നിങ്ങളുടെ ജനതയുമായി ഒരു ഉടമ്പടി എഴുതി കരാറിലായതാണ്. ഞങ്ങൾ ഞങ്ങൾ കരാർ പാലിക്കാത്തവരല്ല, വഞ്ചിക്കുന്നവരല്ല. അതുകൊണ്ട് ക്ഷമിക്കണേ അബൂ ജന്ദലേ. ലോക ചരിത്രകാരന്മാര് സ്വർണ്ണ ലിപി കൊണ്ട് എഴുതേണ്ട വിട്ടുവീഴ്ചയല്ലേ ഇത്? അള്ളാന്റെ ഹബീബ് കരാറ് പാലിക്കുന്ന നേതാവാണ്. അനുയായികൾ മുഴുവനും ആവേശം തള്ളി നിൽക്കുമ്പോഴും ശാന്തിയുടെ സമാധാനത്തിന്റെ രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു സമുദായത്തെ കാഴ്ചവെക്കാൻ മക്കയിലേക്ക് വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.